ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുട്ട ബിരിയാണി ആയിട്ടാണ് വന്നേക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ റൈസ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഓയിലും ഉപ്പും ഇട്ടിട്ട്. അപ്പോൾ റൈസ് നമ്മൾ തിളച്ചതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സബോള നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒന്നല്ലെങ്കിൽ ഒന്നര ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും വേണം. പിന്നെ മുട്ട പുഴുങ്ങിയത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില ഇതൊക്കെയാണ് നമുക്ക് എല്ലാതും കൂടിയിട്ട് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീളത്തിലരിഞ്ഞ സബോളയില്ലേ, അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ വറുത്തെടുക്കണം കേട്ടോ. അതാണ് ആദ്യത്തെ പണി എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. സബോള ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കത് മാറ്റാം കേട്ടോ. സബോള വറുത്ത് കോര. അതിനുശേഷം പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതൊന്ന് വറുത്ത് കോര. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ സബോളയും അത് ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം അതിൽ തന്നെ ആ ഓയിലിൽ തന്നെ നമ്മൾ ഇനി മസാലയ്ക്കുള്ള സബോള അത് നമ്മൾ ചെറുതാക്കിയിട്ട് അടരിഞ്ഞേക്കാം. നമ്മളിവിടെ ഒരു വലിയതും പിന്നെ ഒരു ചെറിയ സബോളയാണ് എടുത്തേക്കുന്നത്. ഇനി അതൊന്ന് വഴണ്ടാൻ വരുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യക്കുള്ളത് സെപ്പറേറ്റ് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുമ്പോഴും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്കുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മളിവിടെ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 3, 4, 5 ഒക്കെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് ക്രഷ് ചെയ്യണതിന് പകരം മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കേട്ടോ. അത് മാറി വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് തക്കാളി ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കാൻ ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സിയിൽ നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തൊന്ന് മാത്രം. ഇനി അതൊന്ന് 4-5 മിനിറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ തക്കാളിയിൽ ഒന്ന് മൂക്കണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, സബോള ആയാലും എല്ലാതായാലും. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് തൈരാണ്. തൈര് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. തൈര് നമുക്ക് ഒരു ചെറിയ കപ്പിൽ ഒരു 1/2 കപ്പ് തൈരൊക്കെ നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടുത്തം മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ പുതിനയിലയും കേട്ടോ. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 3 മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ടതിന് ശേഷം അധികം ഇളക്കണ്ട കേട്ടോ. അപ്പോൾ മുട്ട ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കും. മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ചെറുതായി ഗ്രേവി പോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ടായില്ല, അതുകൂടെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചേക്കുന്ന സബോള, അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാതും കൂടെ. ഇനി എല്ലാതും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുട്ട നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ, അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് റൈസ് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ റൈസും മസാലയും നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുട്ട എല്ലാതും നമ്മൾ ഇനി മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പം നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എരിവൊന്നും തീരെ ചേർത്തിട്ടില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.